ഹായ് എവരിവൺ, വെൽക്കം ടു ദി ചാനൽ. നമുക്ക് നമ്മളുടെ ചുറ്റുപാടിൽ പല സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന രണ്ട് ടേംസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI, മെഷീൻ ലേണിംഗ്, ML. സോ ഫോർ എക്സാമ്പിൾ സെൽഫ് ഡ്രൈവിംഗ് കാർസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് കിട്ടാറുണ്ട്, നമ്മൾ കാണുന്ന വീഡിയോയ്ക്ക് സിമിലർ ആയിട്ടുള്ള വീഡിയോസ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ആമസോണിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് റെക്കമെൻഡേഷനായിട്ട് കിട്ടാറുണ്ട്. സോ ഇത് പലപ്പോഴും ഈ രണ്ട് ടേംസും പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ടേംസാണ്. അതായത് ആർ ദേ സെയിം ഓർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറയാം. സോ വാട്ട് ഈസ് AI? അതായത് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കൺസെപ്റ്റാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ബ്രോഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി തന്നെയാണ് എന്താ പറയുക എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ പോലെയുള്ള ബുദ്ധിയുള്ള കമ്പ്യൂട്ടറുകൾക്ക് നൽകുക എന്നതാണ് ഈ ഫീൽഡിൻ്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതായത് ഭാഷ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സിരി, അലക്സ ഇവ നിങ്ങളോട് സംസാരിക്കാറില്ലേ? സോ അത് ആണ്. എന്ന് പറയുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു 1950s. സോ മുൻകാലങ്ങളിൽ ഫോക്കസ് ചെയ്തിരുന്നത് ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ള ആയിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പ്യൂട്ടർ ചെസ്സ് കളിക്കാൻ ഒരു പ്രത്യേക റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് അതിന് പുതിയ സാഹചര്യങ്ങൾ പഠിക്കാനോ തൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവരാനോ ഒന്നിനും കഴിവുണ്ടായിരുന്നില്ല. സോ എയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് പല ടെക്നിക്സിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് അഥവാ ML. സോ ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റാണ്. വേണമെങ്കിൽ പറയാം, മീൻസ് എ എന്ന് പറയുന്നത് വലിയ മാർഗത്തിൽ നമുക്ക് MI എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യവും വിശദമായിട്ട് കോഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു റൂൾ ബുക്ക് കൊടുക്കാതെ, മീൻസ് ഇതിനെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഫീഡ് ചെയ്തിട്ട് ഈ ഡേറ്റയിൽ നിന്ന് മെഷീൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് മോഡൽസ് ബിൽഡ് ചെയ്ത് ഈ പാറ്റേൺ യൂസ് ചെയ്ത് പ്രിഡിക്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസിലെത്തുന്നു. അത് സ്വന്തമായിട്ട് ഡേറ്റയിൽ നിന്ന് പഠിച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്പാം ഇമെയിൽസ്, അതായത് ലാർജ് സെറ്റ് ഓഫ് ഇമെയിൽസ് MLന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് സ്പാം ഇമെയിൽ അല്ലെങ്കിൽ എല്ലാന്ന് കാണിച്ചു കൊടുക്കുന്നു. സോ പുതിയ ഇമെയിലുകൾ വരുമ്പോൾ അവ സ്വയം സ്പാം ഏതാണെന്ന് തിരിച്ചറിയുന്നു. അതായത് ML മോഡലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ML എന്നത് ഇന്ന് AI വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീപ്പ് ലേണിംഗ് ആണ്. ഇനി MIക്കുള്ളിലും ഒരു പ്രത്യേക വിഭാഗം കൂടിയുണ്ട്, ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇത് മനുഷ്യൻ്റെ ബ്രെയിൻ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ആൻഡ് ഓൾസോ ഇതിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല കോംപ്ലക്സ് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് റെക്കഗ്നിഷൻ. സോ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഫേസ് ലോക്ക് ഉപയോഗിക്കാറുണ്ട്. സോ അത് വർക്ക് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പല AI ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന AIs ഉണ്ട്. അതുപോലെ തന്നെ ജനറേറ്റീവ് AIs ഉണ്ട്. അതായത് പുതിയ ഇമേജസ്, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജനറേറ്റീവ് AIs ഉണ്ട്. അതായത് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കൺസെപ്റ്റാണ്. അതിനുള്ളിലാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ എത്താം. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI, മെഷീൻ ലേണിംഗ് അഥവാ ML ഇത് രണ്ടും സെയിം ആണോ? അല്ല. സോ AI എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ എയിമിനെയാണ് നമ്മൾ AI എന്ന് പറയുന്നത്. ML എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു വൺ ടൈപ്പ് ഓഫ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ് ML എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഈ MLൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള സബ്സെറ്റാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ,
അതായത് ഗതാഗതം, അത് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. സോ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എ ആയിട്ട് സങ്കല്പിക്കുക. അതായത് ട്രാൻസ്പോർട്ടേഷൻ എ ഐ ആൻഡ് കാർ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ML ആണ്. ഓക്കെ. ആൻഡ് ഇതിനുള്ളിൽ, അതായത് ഈ വെഹിക്കിളിനുള്ളിൽ തന്നെ, അതായത് പല ടൈപ്പ് ഓഫ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്, അതായത് അത് കാറിനുള്ളിൽ തന്നെ ഇലക്ട്രിക് ഉണ്ട്, സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഉണ്ട്, അല്ലെ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. സോ ഇതിനെയാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ എല്ലാ കാറും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കാം, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കാറല്ല. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ബൈക്ക് ഉപയോഗിക്കാറുണ്ട്, അതായത് ജീപ്പ് ഉപയോഗിക്കാറുണ്ട്, ട്രെയിൻ ഉപയോഗിക്കാറുണ്ട്, പ്ലെയിൻ ഉപയോഗിക്കാറുണ്ട്. സോ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു എവരി വൺ. സോ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിലോ, ഇതുപോലെ കൂടുതൽ സിമ്പിളായിട്ടുള്ള ടെക് വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.